ഡിയർ സ്റ്റുഡൻസ്, നമ്മളെ കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗുഡ് വില്ല് വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ക്യാപിറ്റൽ റിസർവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന് വെച്ചാൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഓർ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. നമ്മൾ ഇതുവരെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ടേമിലാണ് പഠിച്ചിട്ടുള്ളത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിനെ നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന ടേമിൽ കൂടി വിളിക്കാറുണ്ട്. ദി പാരൻറ്റ് കമ്പനി മേ നോട്ട് ഹോൾഡ് 100% shares of the subsidiary company. That means subsidiary company may not be a wholly owned subsidiary company. The parent company holds 80% of the shares in the subsidiary company. The remaining 20% of shares held by the others. അതായത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, ഒരു പാരൻറ്റ് കമ്പനി, അതായത് അക്വയറർ കമ്പനി സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസും മുഴുവൻ ഷെയർസും ഹോൾഡ് ചെയ്യാത്ത, അതായത് അക്വയർ ചെയ്യാത്ത, ഏറ്റെടുക്കാത്ത കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഔട്ട്സൈഡ് പാർട്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതായത് സബ്സിഡറി കമ്പനിയുടെ 100% ഷെയർസും പാരൻറ്റ് കമ്പനി, അക്വയറർ കമ്പനി ഏറ്റെടുക്കുന്നില്ല. അത് എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പാരൻറ്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ 80% ഷെയർസ് ഏറ്റെടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 20% ഷെയർസ് ആരാണ് ഹോൾഡ് ചെയ്യുന്നത്? അതർ പാർട്ടീസാണ്, ഔട്ട്സൈഡേഴ്സാണ്. ആ ഔട്ട്സൈഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു ഇക്വേഷൻ രൂപത്തിലാക്കി എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. അതായത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓർ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂവിനെ, അല്ലെങ്കിൽ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂവിന് തുല്യമാണ് എന്ത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, ഔട്ട്സൈഡ് പാർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഷെയറിൻ്റെ വാല്യൂ ആണ്. അത് തന്നെയാണ് ഇവിടെ ഒരു ഇക്വേഷൻ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വൈൽ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, minority interest is calculated and shown on liability side under the head non-current liabilities. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് റെക്കോർഡ് ചെയ്യുക, ലയബിലിറ്റി സൈഡിൽ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മൈനോറിറ്റി ഇൻട്രസ്റ്റ് നമ്മൾ ലയബിലിറ്റി സൈഡിലെ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിലാണ് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വന്നാൽ എങ്ങനെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദി ഫോളോയിങ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ഹരി ലിമിറ്റഡ് ആൻഡ് ശ്രീ ലിമിറ്റഡ് ആസ് ഓൺ 31 മാർച്ച് 2020. ഇവിടെ രണ്ട് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് തരുന്നുണ്ട്. ഹരി ലിമിറ്റഡ് ആൻഡ് ശ്രീ ലിമിറ്റഡ്, അങ്ങനെ രണ്ട് കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് നമുക്ക് തരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ. നോട്ട് നമ്പർ 1, ഹരി ലിമിറ്റഡിലെ 10 lakh, ശ്രീ ലിമിറ്റഡ് 4 lakh. സെക്കൻഡ്, റിസർവ്സ് ആൻഡ് സർപ്ലസ്. നോട്ട് നമ്പർ 2, ഹരി ലിമിറ്റഡ് 2 lakh, ശ്രീ ലിമിറ്റഡ് 0. കറൻറ്റ് ലയബിലിറ്റീസ്, ട്രേഡ് പേബിൾസ്, ഹരി ലിമിറ്റഡ് 1,60,000, ശ്രീ ലിമിറ്റഡ് 1,20,000. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 13,60,000, 5,20,000.
ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിൽ നമുക്ക് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ട്രേഡ് പേബിൾസുമാണ് ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ളത്. ടോട്ടൽ ഹരി ലിമിറ്റഡിൽ നമുക്ക് 13,60,000, ശ്രീ ലിമിറ്റഡിൽ 5,20,000 ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. സൺട്രി അസറ്റ്സ് ഹരി ലിമിറ്റഡ് 11 lakh, ശ്രീ ലിമിറ്റഡ് 5,20,000. സെക്കൻഡ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് നമ്പർ 3 ഹരി ലിമിറ്റഡ് 2,60,000, ശ്രീ ലിമിറ്റഡ് നിൽ. ടോട്ടൽ അസറ്റ്സ് 13,60,000, ശ്രീ ലിമിറ്റഡ് 5,20,000. ടോട്ടൽ അസറ്റ് സൈഡിൽ നമുക്ക് തന്നിട്ടുള്ളത് സൺട്രി അസറ്റും നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സൺട്രി അസറ്റിൽ ഹരി ലിമിറ്റഡിൽ 11 ലക്ഷവും ശ്രീ ലിമിറ്റഡിൽ 5,20,000. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഹരി ലിമിറ്റഡിൽ 2,60,000. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് 13,60,000, 5,20,000 തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ തന്നിട്ടുണ്ട് 2 കമ്പനീസിൻ്റെയും. ഇനി നമുക്ക് നോട്ട് നമ്പറൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നോട്ട്സ് ഉണ്ടാവും. അത് ഏതൊക്കെയാണ് നോട്ട്സ് എന്ന് നമുക്ക് നോക്കാം. നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ issued, subscribed and paid up equity shares of ₹10 each in Hari Limited 10 lakh, Sri Limited 4 lakh. നമുക്ക് ഷെയർ ക്യാപിറ്റലിൻ്റെ നോട്ട് നമ്പർ 1 ആയിട്ട് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഹരി ലിമിറ്റഡ് 10 ലക്ഷം ഷെയർ ക്യാപിറ്റലാണ്, ശ്രീ ലിമിറ്റഡ് 4 ലക്ഷം ഷെയർ ക്യാപിറ്റലാണ്. ഓരോ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് ഈ ഓരോ ഇക്വിറ്റി ഷെയറിനും ചാർജ് ചെയ്യുന്നത്. സെക്കൻഡ് നോട്ട് നമ്പർ 2 എന്ന് പറയുന്നത് റിസർവ്സ് ആൻഡ് സർപ്ലസ്. ജനറൽ റിസർവ് ഹരി ലിമിറ്റഡ് 2 lakh, ശ്രീ ലിമിറ്റഡ് നിൽ. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട് നമ്പർ 2ൽ നമുക്ക് ജനറൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഹരി ലിമിറ്റഡിന് 2 lakh തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ തന്നു, നോട്ട് നമ്പർ 2 റിസർവ്സ് ആൻഡ് സർപ്ലസ് തന്നു. ഇനി അടുത്തതായിട്ട് ഏതാണുള്ളത് എന്ന് ഇവിടെ ഒന്ന് നോക്കാം. നോട്ട് നമ്പർ 3 നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് 60% ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each in ശ്രീ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ്. ഹരി ലിമിറ്റഡിലെ 2,60,000, ശ്രീ ലിമിറ്റഡ് നില്ല്. അപ്പോൾ മൂന്നാമത്തെ നോട്ട് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുള്ള നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം കൺസിഡറേഷനാണ്. അതായത് ഷെയർ വാങ്ങുമ്പോൾ അക്വയറർ കമ്പനി ഷെയർ വാങ്ങുമ്പോൾ അക്വയർ ചെയ്യുമ്പോൾ ഏറ്റെടുക്കുമ്പോൾ അക്വയറി കമ്പനിക്ക് കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷനാണ് ഇത് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട്സിൽ നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 60% ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഇൻ ശ്രീ ലിമിറ്റഡ് അറ്റ് കോസ്റ്റ്. അതായത് ശ്രീ ലിമിറ്റഡിൻ്റെ 60%, 60% ഇക്വിറ്റി ഷെയർസും ആരേറ്റെടുക്കുന്നുണ്ട്? ഹരി ലിമിറ്റഡ് ഏറ്റെടുക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ശ്രീ ലിമിറ്റഡാണ് ഇവിടുത്തെ അക്വയറി, ഹരി ലിമിറ്റഡാണ് ഇവിടുത്തെ അക്വയറർ. അപ്പോൾ സബ്സിഡറി കമ്പനിയുടെ അതായത് ശ്രീ ലിമിറ്റഡിൻ്റെ 60% ഇക്വിറ്റി ഷെയർസ്, 60% ഇക്വിറ്റി ഷെയർസും ഹരി ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് ഹരി ലിമിറ്റഡ് ശ്രീ ലിമിറ്റഡിൻ്റെ ഷെയർസ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഹരി ലിമിറ്റഡ് ശ്രീ ലിമിറ്റഡിൻ്റെ 60% ഷെയർസും ഏറ്റെടുത്തിട്ടുണ്ട്. ഓരോ ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഗുഡ് വിൽ കാണാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രിപ്പയർ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2020. നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ്. നമ്മളോട് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഹരി ലിമിറ്റഡിൻ്റെയും ശ്രീ ലിമിറ്റഡിൻ്റെയും ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, നോട്ട്സ് തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. പുതിയ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട, നമ്മൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം എന്താണ്? ആരാണ് ഇവിടുത്തെ അക്വയറർ, ആരാണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി, ആരാണ് ഇവിടുത്തെ സബ്സിഡറി കമ്പനി, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി, അതായത് അക്വയറർ, ആരാണ് ഇവിടുത്തെ സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അക്വയറി, ആരാണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ അക്വയറർ കമ്പനി എന്ന് പറയുന്നത് ഹരി ലിമിറ്റഡ് ആണ്. നമുക്ക് നോട്ട്സ് വായിച്ചാൽ തന്നെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും.
ഹരി ലിമിറ്റഡ് ആണ് ഇവിടുത്തെ അക്വയറർ അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനി. ശ്രീ ലിമിറ്റഡ് ആണ് ഇവിടുത്തെ സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അക്വയറി കമ്പനി. ഹരി ലിമിറ്റഡ് എന്ന കമ്പനി ശ്രീ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 60% ഷെയർസ് അക്വയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സിൽ തരുന്നുണ്ട്. അതോടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഹരി ലിമിറ്റഡ് ആണ് ഇവിടുത്തെ പാരൻറ്റ് കമ്പനി, ശ്രീ ലിമിറ്റഡ് ആണ് ഇവിടുത്തെ സബ്സിഡറി കമ്പനി. അങ്ങനെ നമ്മൾ അക്വയറി കമ്പനിയും അക്വയറർ കമ്പനിയും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ എന്ത് തരുന്നുണ്ട്? 60% ഷെയർസാണ് അക്വയർ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 100% ഷെയർസ് ഇവിടെ അക്വയർ ചെയ്യുന്നില്ല. അങ്ങനെ 100% ഷെയർസ് അക്വയർ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്? ഔട്ട്സൈഡ് പാർട്ടീസ് ഉണ്ട്. ഔട്ട്സൈഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ 100% ഷെയർസ് അക്വയർ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തുണ്ട്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ നമ്മളോട് ഇവിടെ ഡയറക്റ്റായിട്ട് 60% എന്ന് പറയുന്നുണ്ട്. ഏതിൻ്റെ 60%? അക്വയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ 60% ഷെയർസാണ് അക്വയർ ചെയ്യുന്നത്? പാരൻറ്റ് കമ്പനി അക്വയർ ചെയ്യുന്നത്. 40% ഷെയർസ് ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ ആണ്. ആ 40% ഷെയർസിനെയാണ് നമ്മൾ എന്ത് പറയുക? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ഐഡൻറ്റിഫൈ ചെയ്യണം? അക്വയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എത്ര ഉണ്ട്? 4 lakh ആണ് അക്വയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? 4 lakh rupees ആണ് അക്വയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് നോട്ട് നമ്പർ 1-ൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്ത്? അക്വയറി കമ്പനിയുടെ 4 lakh ഷെയർ ക്യാപിറ്റൽ, ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എത്രയാണ്? 40,000 ആണ് എന്ത്? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇൻ അക്വയറി കമ്പനി എന്ന് പറയുന്നത്. 4 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ അക്വയറി കമ്പനിയിലുണ്ട്. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. 4 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 40,000 കിട്ടും. അതാണ് നമ്മുടെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അക്വയറി കമ്പനിയുടെ 100% ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ഷെയർസാണ് അക്വയറി കമ്പനിയിലെ മൊത്തം ഷെയർ ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 40,000 ആണ് അക്വയറി കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിൽ 60% ഷെയർസാണ് അക്വയർ ചെയ്യുന്നത്? പാരൻറ്റ് കമ്പനി അക്വയർ ചെയ്യുന്നത്. 40% ഷെയർസ് ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ ആണ്. ആ 40% ഷെയർസാണ് നമ്മൾ കാണേണ്ടത് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണുമ്പോൾ. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ആ ഇക്വേഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഇത്. നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ആദ്യം എന്ത് കാണണം? നെറ്റ് അസറ്റ്സ് അക്വയർഡ് കാണണം. നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റ് എത്രയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്? 5,20,000 ആണ്. കറൻറ്റ് ലയബിലിറ്റീസ് അതായത് ട്രേഡ് പേബിൾസ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 1,20,000 ആണ്. അപ്പോൾ ടോട്ടൽ അസറ്റ് മൈനസ് കറൻറ്റ് ലയബിലിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് അസറ്റ്സ് അക്വയർഡ് കിട്ടും. അതായത് 5,20,000 മൈനസ് 1,20,000 ഈക്വൽ ടു എത്രയാണ്? 4 lakh ആണ് നമ്മളുടെ നെറ്റ് അസറ്റ്സ് അക്വയർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെറ്റ് അസറ്റ്സ് അക്വയർഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണണം. നെറ്റ് അസറ്റ്സ് അക്വയർഡ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60% ആണോ അതോ 40% ആണോ? പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മൈനോറിറ്റി പെർസെൻറ്റേജ് ആണ് അല്ലേ? ഔട്ട്സൈഡ് പാർട്ടീസിൻ്റെ പെർസെൻറ്റേജ് ആണ്. എത്രയാണ് ഇവിടെ? 40% ആണ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു 4 lakh ഇൻറ്റു 40/100 ഈക്വൽ ടു എത്ര കിട്ടും? 1,60,000 ആണ് നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. നമ്മളെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാണാൻ വേറൊരു ഇക്വേഷൻ കൂടി പഠിച്ചിരുന്നു. അതിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ്
റീറ്റെയിൻഡ് ഏർണിങ്സ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. ഇവിടെ ഷെയർ ക്യാപിറ്റലായിട്ട് അക്വയറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ നമുക്ക് എത്രയാണ് തന്നിട്ടുള്ളത്? 4 lakh ആണ് അല്ലേ. റിസർവ്സ് ആൻഡ് സർപ്ലസ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് തന്നിട്ടുണ്ടോ അക്വയറി കമ്പനിക്ക്? ഇല്ല. അപ്പോൾ 4 lakh പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇല്ല, അപ്പം ഇല്ലേ. പിന്നെ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ്. പെർസെൻറ്റേജ് ഓഫ് ഹോൾഡിങ്സ് എത്രയാണ് ഇവിടെ? 40% ആണ്. അപ്പോൾ 4 lakh ഇൻറ്റു 40/100 ഈക്വൽ ടു 1,60,000 ആണ്. നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ട, ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എന്താണ്? ഇവിടെ ഗുഡ് വിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ മുന്നേ പഠിപ്പിച്ചാണ് എന്താണ് ഗുഡ് വിൽ ഉണ്ടോ എന്നെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? എത്രയാണ് ടോട്ടൽ ഷെയർസ്, എത്രയാണ് ടോട്ടൽ ക്യാപിറ്റലായിട്ട് ആ കമ്പനിയിലുള്ളത് എന്ന് നോക്കുക. എത്രയാണ് ടോട്ടൽ ക്യാപിറ്റലായിട്ട് ആ കമ്പനിയിലുള്ളത്? 4 lakh rupees ആണ്. ആ 4 lakh റുപ്പീസിൻ്റെ ഷെയർ ക്യാപിറ്റലാണ് ആ കമ്പനിയിലുള്ളത്. അപ്പോൾ 4 lakh ഷെയർ ക്യാപിറ്റലിൽ 60% ഷെയർസാണ്, ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ 4 lakhൻ്റെ 60% എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 2,40,000 റുപ്പീസിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഷെയറാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. ഓക്കെയാണ്. കമ്പനിയിൽ അക്വയറി കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 4 lakh rupees ആണ്. ആ 4 lakh rupeesൽ 100% ഷെയർസ് നമ്മൾ അക്വയർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അതിൽ 60% നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ 4 ലക്ഷം രൂപയിൽ 60% നമ്മൾ അക്വയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര റുപ്പീസ് ഉണ്ടാവും? 2,40,000 റുപ്പീസിൻ്റെ ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് എത്രയാണ്? 4 ലക്ഷം രൂപയിൽ 2,40,000 രൂപ നമുക്ക് അർഹതപ്പെട്ടതാണ് ഷെയർ ക്യാപിറ്റലായിട്ട്. ആ 2,40,000 ഷെയർ ക്യാപിറ്റൽ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപ കൊടുക്കണം? 2,40,000 രൂപ കൊടുക്കണം. നമ്മളിവിടെ എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ കൺസിഡറേഷനായിട്ട് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 2,60,000 ആണ്. ഓക്കെയാണ്. നമ്മൾ 4 ലക്ഷം രൂപയുള്ള ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയിൽ 2,40,000 രൂപയുടെ, അതായത് 60% ഷെയർ ക്യാപിറ്റലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. 2,40,000 രൂപയുടെ ഷെയർ ക്യാപിറ്റലാണ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 2,40,000 രൂപ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 2,40,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മളിവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്? കൺസിഡറേഷനായിട്ട് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് 2,60,000 രൂപയാണ്. 2,40,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ 2,60,000 രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് മനസ്സിലാകുന്നുണ്ട്? അവിടെ എക്സസ് എമൗണ്ട് ഉണ്ട് അല്ലേ. 2,40,000 കൊടുക്കേണ്ട സ്ഥാനത്ത് 2,60,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സസ് എമൗണ്ട്, ആ എക്സസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുഡ് വിൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഗുഡ് വിൽ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഗുഡ് വിൽ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അത് എത്ര എമൗണ്ട് ആണ് നമ്മളുടെ ഗുഡ് വിൽ എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ് വിൽ ഈക്വൽ ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് 100% ഷെയർസ് നമ്മൾ അക്വയർ ചെയ്യുന്നില്ല, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചതാണ്. എന്താണ്? ഗുഡ് വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. അപ്പോൾ കൺസിഡറേഷൻ എത്രയാണ്? നമ്മുടെ 2,60,000 ആണ് നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസിഡറേഷനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത്? 1,60,000 ആണ്. നെറ്റ് അസറ്റ്സ് അക്വയർഡ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. എത്രയാണ്? 4 lakh rupees ആണ്. അപ്പോൾ ഗുഡ് വിൽ ഈക്വൽ ടു കൺസിഡറേഷൻ പെയ്ഡ് പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ്. 2,60,000 പ്ലസ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 1,60,000 മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയർഡ് 4 lakh. 2,60,000 പ്ലസ് 1,60,000 മൈനസ് 4 lakh ഈക്വൽ ടു 4,20,000 മൈനസ് 4 lakh ഈക്വൽ ടു 20,000 ആണ് നമുക്ക് കിട്ടുന്നത്. 20,000 ആയിരിക്കും നമ്മളുടെ ഗുഡ് വില്ലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 1,60,000 ആണെന്ന് കണ്ടുപിടിച്ചു, ഗുഡ് വില്ല് 20,000 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോട്ട് നമ്പർ 1, ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, 10 lakh. നമുക്കറിയാം അക്വയറി കമ്പനിയുടെ
ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ അക്വയറർ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 1 പ്രിപ്പയർ ചെയ്തു. 10 lakh ആണ് ഷെയർ ക്യാപിറ്റൽ, 1,00,000 ഇക്വിറ്റി ഷെയർസ് ആണ്. രണ്ടാമത്തെ നോട്ട് നമ്പർ 2 എന്ന് പറയുന്നത് ട്രേഡ് പേയബിൾസ്. നമ്മളിവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തിട്ടില്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നോട്ട് നമ്പർ 2 ട്രേഡ് പേയബിൾസ്. ഹരി ലിമിറ്റഡ് 1,60,000, ശ്രീ ലിമിറ്റഡ് 1,20,000, ടോട്ടൽ 2,80,000. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഹരി ലിമിറ്റഡിൽ 1,60,000 ആണ് ട്രേഡ് പേയബിൾസ്, ശ്രീ ലിമിറ്റഡിൽ 1,20,000 ആണ്. ടോട്ടൽ ചെയ്തപ്പോൾ 2,80,000 കിട്ടി. ഇനി നോട്ട് നമ്പർ 3 ഏതാണ്? സൺട്രി അസറ്റ്സ് ആണ്. നോട്ട് നമ്പർ 3 ട്രേഡ് പേയബിൾസ് ചെയ്തതുപോലെ തന്നെ സൺട്രി അസറ്റ്സിന് ഹരി ലിമിറ്റഡ് 11 lakh ആണ്, ശ്രീ ലിമിറ്റഡിന് 5,20,000 ആണ്. ടോട്ടൽ ചെയ്താൽ 16,20,000 കിട്ടും. അപ്പോൾ മൂന്നാമത്തെ നോട്ട് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് സൺട്രി അസറ്റ്സ് ഹരി ലിമിറ്റഡിൻ്റെ ശ്രീ ലിമിറ്റഡിൻ്റെ രണ്ടിൻ്റെ എമൗണ്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ട് 16,20,000 കിട്ടി. ഈ കിട്ടിയ എമൗണ്ട് നമ്മൾ എവിടത്തേക്ക് മാറ്റണം? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് മാറ്റണം. നോട്ട് നമ്പർ 4 എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. നമ്മളെ ഗുഡ് വില്ല് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന ഹെഡിൽ ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നോട്ട് നമ്പർ 4 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഗുഡ് വിൽ എമൗണ്ട് 20,000 നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ റെക്കോർഡ് ചെയ്തു. നോട്ട് നമ്പർ 2 ട്രേഡ് പേയബിൾസ് റെക്കോർഡ് ചെയ്തു. നോട്ട് നമ്പർ 3 സൺട്രി അസറ്റ്സ് പ്രിപ്പയർ ചെയ്തു. നോട്ട് നമ്പർ 4 ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓർ ഗുഡ് വില്ല് പ്രിപ്പയർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നോട്ട്സൊക്കെ നമ്മളെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള നോട്ട്സൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മളെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ഹരി ആൻഡ് ശ്രീ. ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ. നോട്ട് നമ്പർ 1 10 lakh. നമ്മൾ നോട്ട് നമ്പർ 1 പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് 10 lakh ആണ്. അത് നമ്മൾ ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് റെക്കോർഡ് ചെയ്തു. സെക്കൻഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നേരത്തെ പഴയ ബാലൻസ് ഷീറ്റിലുള്ള 2 lakh rupees നമ്മൾ ഇവിടത്തേക്ക് മാറ്റി. പിന്നെ ഇനി ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിച്ചിട്ടുണ്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ നോൺ കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നോൺ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് റിസർവ്സ് ആൻഡ് സർപ്ലസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുവച്ചിട്ടുള്ള എമൗണ്ട് ഇവിടത്തേക്ക് റെക്കോർഡ് ചെയ്യണം. എത്രയാ? മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1,60,000 ആണ് കണ്ടുവച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത് നമ്മളെ ലയബിലിറ്റി സൈഡിലെ നോൺ കറൻറ്റ് ലയബിലിറ്റീസിൻ്റെ ഹെഡിൽ നമ്മൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 1,60,000 റെക്കോർഡ് ചെയ്തു. അടുത്തതാണ് കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേപ്പേഴ്സ് നോട്ട് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് എത്രയാ? 2,80,000. അപ്പോൾ നമ്മൾ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും മൈനോറിറ്റി ഇൻട്രസ്റ്റും ട്രേഡ് പേപ്പേഴ്സും ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ ടോട്ടൽ ചെയ്യണം. ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടും? 10 lakh പ്ലസ് 2 lakh പ്ലസ് 1,60,000 പ്ലസ് 2,80,000 ഈക്വൽ ടു എത്ര കിട്ടും? 16,40,000. അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 16,40,000 കിട്ടും. അപ്പോൾ നമ്മുടെ ലയബിലിറ്റി സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ അസറ്റ് സൈഡ് നോക്കണം. അസറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരാനുള്ളത്? സൺട്രി അസറ്റ്സ് ഉണ്ട്. അപ്പോൾ സൺട്രി അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട് നമ്പർ 3 സൺട്രി അസറ്റ്സ് എത്രയാണ്? 16,20,000. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചാണ് സൺട്രി അസറ്റ്സ് 16,20,000. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തായിട്ടാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഓർ ഗുഡ് വിൽ. ഇവിടെ നമ്മൾ ഗുഡ് വിൽ കണ്ടുവച്ചിട്ടുണ്ട്. ആ എമൗണ്ട് കൂടെ നമ്മൾ നോട്ട് നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യും. എത്ര ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്? 20,000 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് റെക്കോർഡ് ചെയ്തു. ഇനി എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുണ്ടോ? ഇല്ല. അപ്പോൾ അസറ്റ് സൈഡിൽ 16,20,000 പ്ലസ് 20,000 ഈക്വൽ ടു എത്ര കിട്ടും? 16,40,000 ആണ് ടോട്ടൽ അസറ്റ് കിട്ടുക.
അപ്പോൾ ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി 16,40,000 കിട്ടി. ടോട്ടൽ അസറ്റ് എത്ര കിട്ടി? 16,40,000 കിട്ടി. അപ്പോൾ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിൽ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വലായി. അപ്പോൾ നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു.